നമസ്കാരം. ഇത്തിരി നേരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വൈകുന്നേര വിശേഷമാണ്. വീക്ക് ഡേ ആണ്. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഡാൻസ് ക്ലാസ്സിലേക്ക് പോകേണ്ട തിരക്കിലാണ്. ക്ലാസ് 4 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ അതിന് പോകേണ്ട അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് 2 വീലർ എടുത്തിട്ടാണ് പോവുക. ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടി ബാഗൊക്കെ എടുത്ത് വെള്ളവും പിന്നെ ബുക്കും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ വീക്ക് ഡേയിലാണെങ്കിൽ ഈ ഈവനിങ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നേ ചെയ്തൊക്കെ വെക്കേണ്ടി വരും. കാരണം മോൻ അപ്പോഴേക്ക് വരുവുള്ളൂ. അപ്പോൾ അവന് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ അവന് കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ ചായയോ എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ അത് അങ്ങനെ റെഡിയാക്കും. ഇപ്പം 2 hours ക്ലാസ് ഉണ്ടാകുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാട്ടിലൊക്കെ ഒരു ഫീല് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു കാമായിട്ട് ഒരു രസമാണ് അവിടെ. അപ്പോൾ ഈവനിങ് അതുകൊണ്ടാണ് 4 മണിക്കാണ് ക്ലാസ്സെങ്കിലും ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. കുറച്ച് നേരം നമ്മുടേതായൊരു അവിടെ ഇരുന്ന് അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന ദിവസമാണല്ലോ വെള്ളം ഒഴിക്കുക. അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേ ആ പരിപാടികളൊക്കെ ആദ്യം തന്നെ കഴിച്ചു വെക്കും. അപ്പം അങ്ങനെയാണ്. കുറേ ചെടികളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് വരുമ്പോൾ ഉള്ളത്. പിന്നെ ഇത് വെക്കേഷൻ്റെ സമയത്താകുമ്പോഴത്തേക്കും അധികം വെള്ളം ഒഴിക്കാനൊന്നും പറ്റാഞ്ഞതുകൊണ്ട് കുറച്ചൊരു വാട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർ വരുന്നവരെ നമ്മളെ പ്രാക്ടീസ് ടൈമാണ്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പം പഠിപ്പിക്കേണ്ട ഭാഗങ്ങളോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള വാമപ്പാണ് കാണുന്നത്. എപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് മുമ്പായിട്ട് നമ്മൾ വാമപ്പ് ചെയ്യണം എന്നാണല്ലോ. വാമപ്പ് ഇപ്പം നന്നായിട്ട് ചെയ്യും. പിന്നെ അങ്ങനെ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഇപ്പം ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറില്ല. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ക്ലാസ് എടുക്കുന്നതിന് ആ പിള്ളേർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ എത്ര പേരാണ് വരാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കി വെക്കും. ഇനി ഫിനിഷ് ചെയ്തതൊക്കെ എഴുതി വെക്കുകയും ചെയ്യുമേ. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ചെടി പരിപാലനവും പ്രാക്ടീസും ബാക്കി അല്ലറ ചില്ലറ പണികളും ചിലപ്പോൾ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നിപ്പം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ വന്നു തുടങ്ങും. പിന്നെ അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ബാച്ചായിട്ടായിരിക്കും എടുക്കുക. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ടാവും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴാണ് നമ്മളെ ക്ലാസ് കഴിയുന്നത്. 6 മണിക്ക് അതിന് ശേഷം നമ്മളന്ന് എന്തൊക്കെയാണ് ക്ലാസ് എടുത്തതെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെയാണ് പോകാറുള്ളത്. പിന്നെ ഇപ്പോൾ ലേറ്റായി പാരൻസ് വരാൻ ലേറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് പിറ്റേ ദിവസത്തേക്ക് ഓർത്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ എന്തായാലും ഒരു ദിവസം എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷേ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പാഷനൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. നമുക്ക് ഭയങ്കര റിലാക്സ് തരുന്നതാണ്. തിരക്കുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇല്ലേ ഹസ്ബൻഡ് ചായ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ചായ ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി. ചായ ഉണ്ടാക്കി വെച്ച് ഞാൻ നോക്കുന്ന സമയത്തുണ്ട് അവിടെ നിന്ന് നമ്മൾ അടുത്തുള്ളൊരു മലയാളി കടയിൽ നിന്ന് ഉള്ളിവട ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാനതും എടുത്ത് ഒന്ന് ഭയങ്കര വിശപ്പായിരുന്നു. ഉള്ളിവടയും ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കണമെന്നുള്ള ആലോചനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷായി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞില്ല. ഞാൻ ചായ നല്ല ചൂടോടുകൂടി കൊണ്ടുവന്നു. അപ്പോൾ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത്, ഇനി ഫിനിഷ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതും ഒക്കെ നോക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ ഇതുവരെ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളത്. രാവിലെ തന്നെ എഴുതി വെക്കും. ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ആ ഓർഡറിൽ എഴുതി വെക്കും. എന്നിട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടിക്ക് മാർക്ക് ഇങ്ങനെ ഇടും. അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഇപ്പോൾ രാത്രിയായി നോക്കുമ്പം കംപ്ലീറ്റ് ടിക്ക് മാർക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെല്ലാം ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വൈകുന്നേരം.